ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്കേ ഇന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 1/2 കിലോ കൂടുതലുണ്ട്. ക്ലീൻ ചെയ്ത് വന്നതിന് ശേഷം ഒരു 1/2 കിലോ കൂടുതലുണ്ട് കേട്ടോ. ഇത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നാൽ ഞാൻ ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുവാണ്. ഞാനത് ഒന്ന് റോസ്റ്റ് പോലെ ചെയ്യാൻ പോവുകയാണേ. അതിനായിട്ട് ഞാൻ ഒരു 4 പച്ചമുളക്, ഒരു 3 തക്കാളി, ഒരു 3 സവാള, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, വേപ്പില ഒക്കെ എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ക്രഷ് ചെയ്ത് നമ്മുടെ മിക്സിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മസാല എന്ന് പറയുന്നത് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി, ഇത്രയൊക്കെ ഉള്ളൂ. വേണമെങ്കിൽ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇടാം. ജീരകം, വലിയ ജീരകത്തിൻ്റെ മസാല ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി ഇത് നമുക്ക് കറി വെക്കാം. അപ്പോൾ നമുക്ക് കറി വെക്കാൻ തുടങ്ങിയാലോ. എല്ലാവരെയും കാണിക്കാം. അപ്പോൾ കാണിച്ചു തരാം. ഇത് ഈ സവാളയും ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പച്ചമുളകും എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല അങ്ങ് ചേർക്കാം. ഇത് ഞാൻ ചൂടുവെള്ളത്തിലെ പൊടി എല്ലാ പൗഡറും കൂടി കുഴച്ച് വെച്ചിരിക്കുകയാണേ. അത് നമുക്ക് ഒന്ന് നന്നായിട്ട് വഴറ്റണം. പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല മൊരിഞ്ഞ് വരണം. ഈ കുരുമുളകൊക്കെ നമുക്ക് ആവശ്യാനുസരണം ചേർക്കാം കേട്ടോ. എരിവ് വേണ്ടവർക്ക് കൂടുതൽ ഞാൻ ഒരു 1.5 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. കുട്ടികൾക്ക് കൊടുക്കണമല്ലോ. മെയിനായിട്ട് കുട്ടികളാണ് ഞണ്ടിൻ്റെ ആൾക്കാർ. അപ്പോൾ അവരെ ഉദ്ദേശിച്ചാണ് അധികം എരിവ് ചേർത്തിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി ആവശ്യത്തിന് ചേർക്കാം, കുരുമുളക് ചേർക്കാം, പച്ചമുളക് ചേർക്കാം, സവാളയും വേണമെങ്കിൽ കൂടുതൽ ചേർത്താൽ കുറച്ചുകൂടി ഗ്രേവിയൊക്കെ നമുക്ക് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ. ഇത് റോസ്റ്റായിട്ടും എടുക്കാം, ഇത്തിരി ഗ്രേവി ആയിട്ടും എടുക്കാം നമുക്ക് വേണമെങ്കിൽ. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതെൻ്റെ കറിയാണ്. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. ആ വെള്ളം പോരെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മൊരിയട്ടെ. ഞാൻ ഇത് അടച്ചു വെക്കാം നമുക്ക് കുറച്ച് നേരം. നമുക്കേ ഒരു ഇത്തിരി കൂടി കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. എരിവൊന്നും വലിയ കാര്യമായിട്ടില്ല, നോക്കിയായിരുന്നു. അപ്പം ഞാൻ ഇച്ചിരി കൂടി കുരുമുളക് പൊടി ചേർക്കണേ. പിന്നെ ഞാൻ അടുത്തതായിട്ട് ഇച്ചിരി ഗരം മസാലയാണ്. കണ്ടോ, ഇത്തിരി ഗരം മസാല കൂടി ചേർക്കണേ.
ഇതിലില്ല, കുറച്ചേ ഉള്ളൂ. എന്നിട്ട് ഞാൻ കുറച്ച് വേപ്പില ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് ഇങ്ങനെ ഇടുവാണ്. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുകയാണ് കേട്ടോ. ഇത്രയുള്ള പരിപാടി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, എരിവ് വേണ്ടവർക്ക് കൂടുതൽ എരിവിടാം. ഈ എരിവ് കഴിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, കഴിക്കേണ്ട ആവശ്യം വരുമല്ലോ. അപ്പോൾ നമുക്ക് ഞണ്ടിൻ്റെ അകത്തൊക്കെ നല്ലപോലെ എരിവൊക്കെ ചേർത്ത് ഉണ്ടാക്കാം കേട്ടോ. ഇതാണ് എൻ്റെ ഞണ്ട് കറി. കണ്ട കാണാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞു. സിമ്മിൽ കുറച്ച് നേരം ഇട്ടിട്ട് ഇതൊന്ന് അടച്ചു വെക്കണേ. കഴിഞ്ഞു എൻ്റെ ഞണ്ട് കറി കഴിഞ്ഞു. എല്ലാവരും എന്നെ ഫോളോ ചെയ്യണം, എനിക്ക് ലൈക്ക് തരണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് കമൻ്റ് അയക്കണം കേട്ടോ. കമൻ്റ് ഇടണേ. ചെയ്യൂലേ? ഓക്കെ, താങ്ക് യു. ദേ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. എൻ്റെ പൊന്നോ, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഞാനുണ്ടാക്കിക്കൊണ്ട് പറയില്ല, അടിപൊളി. ഉണ്ടാക്കി നോക്കണം കേട്ടോ, അഭിപ്രായം പറയണം. എന്തായാലും പറഞ്ഞു കേട്ടോ, പ്രശ്നമൊന്നുമില്ല, പറയണം. അപ്പം ഞാൻ അടുത്ത വീഡിയോ